നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. എൻ്റെ പേര് സുജയ് പി ജോൺ. എൻ്റെ കൂടെ ഉള്ളത് സാറാമ്മ തോമസ്, എൻ്റെ കൊളീഗാണ്. ഞങ്ങൾ രണ്ടും മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എപെക്സ് കോർപ്പറേഷനാണ്, നാഷണൽ ബാക്ക്വേർഡ് ക്ലാസസ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NBC-FDC. അപ്പോൾ ഞങ്ങൾ കോർപ്പറേഷനിലെ എംപ്ലോയീസ് ആണ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മിനിസ്ട്രിയുടെ കീഴിലുള്ള ബെനിഫിഷ്യറീസ്, അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്, OBCs, സഫായി കർമ്മചാരീസ്, TNTs, ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ആൻഡ് സെമി നോമാഡിക്, അങ്ങനെയുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ബെനിഫിഷ്യറീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മിനിസ്ട്രിയുടെ കീഴിൽ ഒത്തിരി സ്കീംസ് ഉണ്ട്. അതിൻ്റെ പ്രകാരം ഞങ്ങളുടെ കോർപ്പറേഷനിലെ ത്രൂ നമ്മൾ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ലോൺ ഫൈനാൻഷ്യൽ കൺസെഷൻ റേറ്റിൽ ലോൺസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവരുടെ പ്രൊമോഷന് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, അങ്ങനെ എല്ലാം ഇത്തിരി സ്കീംസുകളുണ്ട് മിനിസ്ട്രിയിലും നമ്മൾ കോർപ്പറേഷൻ വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിസൻസിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഫിസിക്കൽ മേളയുടെ ത്രൂ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 2001 തൊട്ട് മിനിസ്ട്രി പല സ്ഥലങ്ങളിലായിട്ട് ഈ സ്കീംസ് എല്ലാം ഈ മേളകൾ, ഫിസിക്കൽ മേളകൾ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പം അതിൽ 2001 ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ദില്ലി ഹാട്ട് INA, ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ, അതുപോലെ സൂരജ് ക്രാഫ്റ്റ് മേള, അങ്ങനെ ലിമിറ്റഡ് ഫിസിക്കൽ മേളകളിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് മിനിസ്ട്രിക്കും എല്ലാവർക്കും അതിന് തോന്നൽ വന്നു, അത് ഈ ഒരു ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യയിലുള്ള ആർട്ടിസൻസ് ആണെങ്കിൽ എല്ലാവർക്കും അവിടെ വന്നാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ വിചാരിച്ചു എല്ലാ റീജിയണൽ സ്ഥലങ്ങളിലും ഫിസിക്കൽ മേളസ് കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പം ഗ്വാളിയർ, ലക്നൗ, പട്ന, ഭുവനേശ്വർ, നാഗ്പൂർ, ചെന്നൈ, അമൃത്സർ, അങ്ങനെ പല പല റീജിയണൽ സെൻറ്റേഴ്സുകളിൽ പോയി ഫിസിക്കൽ മേളകൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് പ്രൊമോഷനും ഇതിനു വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മേള ചെയ്തത്. ഈ മേളയ്ക്കകത്ത് 13ഓളം സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആർട്ടിസൻസ് വരുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റേറ്റുകൾ ഇപ്പം കൺഫർമേഷൻ നടന്നിരിക്കുന്നത് ആസാമുണ്ട്, ഗുജറാത്ത് ഉണ്ട്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പുതുച്ചേരി, രാജസ്ഥാൻ, മണിപ്പൂർ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പിന്നെ കേരളവും. ഇപ്പോൾ ഇവിടെ നിന്നുള്ള പലതരത്തിലുള്ള പ്രോഡക്ട്സ്, ഇപ്പോൾ ആസാമിലാണെങ്കിൽ കെയിൻ ആൻഡ് ബാംബു ഐറ്റംസ് ആണ് അവർ കൊണ്ടുവരുന്നത്. ഗുജറാത്തിലാണെങ്കിൽ അവർക്ക് ഡ്രസ് മെറ്റീരിയൽ, ഹാൻഡ്ലൂം, ഹാൻഡ് എംബ്രോയിഡറി, ഓർഗാനിക് ഫുഡ്, ലെതർ ഐറ്റംസ്, അങ്ങനെ പല പല സ്റ്റേറ്റുകളിൽ പല പല ഐറ്റംസ് ആണ് വരുന്നത്. അപ്പം എല്ലാ ആർട്ടിസൻസ് അവരുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനും അവർക്കൊരു സെയിൽ കിട്ടാനും നമ്മുടെ സദൻ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്തെ ആളുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കാനും, അതുപോലെ ഇവിടെ ആണെങ്കിലും ഫോറിനേഴ്സ് ഇപ്പോൾ ഒത്തിരി വരുന്ന ഒരു സീസൺ സമയമായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കണക്ട് കിട്ടാനും, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ മേള കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നടത്തുന്ന ഈ മേള നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ്. 24-ാം തീയതി, നാളെ ഇത് മേള തുടങ്ങും. നമ്മുടെ 24 തൊട്ട് 31 വരെ 8 ദിവസത്തെ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെ മേളയുടെ ടൈമിംഗ് ആണ്. ഇതിനകത്ത് എൻട്രി എല്ലാവർക്കും ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ 9 മണി വരെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ മ്യൂസിക്കൽ പ്രോഗ്രാംസും ഡാൻസ് പ്രോഗ്രാംസും അങ്ങനെ പല പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഇൻവിറ്റേഷൻ കാർഡും ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ ഇത് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒത്തിരി ആർട്ടിസൻസ് വരുന്നുണ്ട്. ഒരു 75ഓളം സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിസൻസിൻ്റെ എല്ലാ പ്രോഡക്റ്റുകൾ മാക്സിമം വിറ്റ് പോകുന്നതിന് വേണ്ടി അതിനൊരു മാക്സിമം പബ്ലിസിറ്റി ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മീഡിയയിൽ ഒരു കവറേജ് ചെല്ലുകയും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ ആർട്ടിസൻസുമായിട്ടൊക്കെ പരിചയപ്പെടാം, പ്രോഡക്ട്സ് വാങ്ങാം, അവരുടെ പിക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ആണെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ അതുവഴി അവർക്കൊരു പ്രൊമോഷൻ കിട്ടാനും അതിനൊരു പബ്ലിസിറ്റി കിട്ടുവാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഫെസ്റ്റിവൽ ടൈം ആകുമ്പോൾ അത് അറ്റൻഡ് ചെയ്ത് അവർക്കൊരു നല്ലൊരു പ്രൊമോഷൻ കിട്ടണേ വേണ്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നത്. നമസ്കാരം. സാറ് പറഞ്ഞല്ലോ,
ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ ഈ പ്രവർത്തനമായതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് ത്രൂ ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ചാനലൈസിംഗ് ഏജൻസി ത്രൂ നമ്മൾ ഈ സ്റ്റേറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ എത്രയും ബെനിഫിഷ്യറി അവർ വാങ്ങിക്കുന്ന ലോണിനനുസരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി അവരെ പരിചയപ്പെടുത്തുവാനും അവരിൽ കൂടി മറ്റുള്ളവർക്കും പ്രയോജനം കിട്ടുവാനും. കാരണം ഒരു ആർട്ടിസൻസ് അവരുടെ പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ ആ ആർട്ടിസൻസ് വേറെ ആളെ കാണുമ്പോൾ അവരിൽ കൂടെ മറ്റുള്ളവരിലേക്ക് ഇവരുടെ ഉത്തരം പകരുവാനും അവരിൽ കൂടെ സാധിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളിൽ കൂടെ ഈ മീഡിയ ത്രൂ വന്ന് അവരെ പരിചയപ്പെടുകയും അവരെയും നിങ്ങളുടെ മീഡിയ ത്രൂ മറ്റുള്ളവർക്ക് ഈ പ്രസിദ്ധീകരണം കൊടുക്കുകയാണെങ്കിൽ ഈ ആർട്ടിസൻസിന് ഈ എക്സിബിഷനിൽ കൂടെ വളരെയധികം പ്രയോജനപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്, ഇതിനകത്ത് എല്ലാം സഫായി കർമ്മചാരിസിന്റെ പ്രോഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരള BC ബാറ്ററി ഗ്ലാസിന്റെ പ്രോഡക്ട്സ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഉണ്ട്, എല്ലാം അതുപോലെ ഫിഷറീസിന്റെ പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങളെല്ലാം ഞങ്ങളെ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളെല്ലാവരെയും അവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണുകയും സംസാരിക്കുകയും അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കവരോട് പറയുകയും അവർക്കതിൽ കൂടെ അവർ മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്, മാധ്യമങ്ങൾ കൂടി എല്ലാവരെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരും വന്നത് സംബന്ധിക്കുകയും ഈ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കണം, ഈ എക്സിബിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തക്കണം. നിങ്ങളുടെ സഹായം കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് എല്ലാവർക്കും അതിൽ വന്ന് സംഘടിക്കുവാനും അതുപോലെ പ്രോഗ്രാംസ് 6:30 മുതൽ നടക്കുമ്പോൾ അപ്പം ഞങ്ങൾ അതിന് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും വരാൻ സാധ്യത പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഫ്ലോപ്പായി പോകാനല്ല, നിങ്ങൾ എല്ലാവരും കൂടെ സംഘടിച്ച് നിങ്ങൾ മറ്റുള്ളവരും കൂടെ പറഞ്ഞ് എല്ലാവരും കൂടെ സഹകരിച്ച് ഇതൊരു നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ തക്കണം, ഇടയാക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞങ്ങളെ നന്ദി പറയുകയാണ്. പിന്നെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും ഈ കാർഡ്സ് തന്നിട്ടുണ്ട്, ഈ നോട്ടീസസ് തന്നിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വേറെ നോട്ടീസസ് ഉണ്ട്, അത് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം വിട്ടുപോയത് കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ ഈ ഫിസിക്കൽ മേളയുടെ ത്രൂ നമ്മൾ ആർട്ടിസൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗമാണല്ലോ. അപ്പം കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയും ഡൊമസ്റ്റിക്കലി ഇന്റർനാഷണലിയും അവരുടെ പ്രോഡക്റ്റുകളെ സെയിൽ ചെയ്യാൻ വേണ്ടി ആ ഉദ്ദേശത്തോടുകൂടി 5th നവംബർ 2024 ടുലിപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇനാഗറേറ്റ് ചെയ്തു ഓണറബിൾ മിനിസ്റ്റർ വീരേന്ദ്രകുമാർ. ആ ടുലിപ്പ് ബ്രാൻഡ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റുകൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർനാഷണലിലും ഡൊമസ്റ്റിക്കും ആയിട്ടുള്ള ഫിസിക്കൽ മേളകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും ടുലിപ്പ് ബ്രാൻഡ്. അപ്പോൾ ആ ബ്രാൻഡിനകത്ത് എല്ലാ ആർട്ടിസൻസിന്റെ പ്രോഡക്റ്റുകളെ കമ്പൈൻ ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ അതും അതിന്റെ ടുലിപ്പിന്റെ സ്റ്റോളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് അതിലും സ്റ്റോളും കാണാവുന്നതാണ്. താങ്ക് യു.